ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PHPയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം പറയാം. നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പല ടാസ്കുകളും കോഡ് വീണ്ടും വീണ്ടും എഴുതുന്നത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് നമുക്ക് PHPയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കസ്റ്റമായിട്ട് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി നമ്മൾ വരുന്ന വീഡിയോയിലായിരിക്കും പഠിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന PHPയിലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ചില ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ സ്ട്രിങ്സിൽ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന 5 ഫങ്ഷൻസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് strlen. അപ്പോൾ അതിനെ പറയുന്നത് സ്ട്രിംഗ് ലെങ്ത് എന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് strlen എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ PHPയിലെ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ സ്ട്രിംഗ് ലെങ്ത്തിൻ്റെ ഫങ്ഷനായ strlen എന്ന് പറയുന്ന സ്ട്രിങ്, അപ്പോൾ അതിലേക്കൊരു ഇൻപുട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയ ഒരു ഇൻപുട്ട് അതിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ പൊതുവേ ആർഗ്യുമെൻറ്റ്സ് ഫങ്ഷൻ, പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്യിച്ച് നോക്കാം. നിങ്ങളിവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ 11 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്ട്രിങ് മാറ്റിക്കഴിഞ്ഞാൽ അനുസരിച്ച് ഈ സ്ട്രിംഗ് ലെങ്ത്ത് മാറുന്നതാണ്. ഇതാണ് strlen എന്ന് പറയുന്ന ഫങ്ഷൻ. പിന്നെ അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഫങ്ഷനായ വേർഡ് കൗണ്ട്. അതായത് ഒരു സ്ട്രിങ്ങിൽ ഉള്ള എത്ര വേർഡ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടാണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഫങ്ഷൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ഫങ്ഷൻ്റെ ഔട്ട്പുട്ട് ഒരു വേരിയബിളിലേക്ക് വേണമെങ്കിൽ എടുത്തു വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിലും നമുക്ക് ഈ പറയുന്ന പോലെ സ്ട്രിങ് തന്നെയായിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള വേർഡ്സിൻ്റെ കൗണ്ട്, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വേർഡ്സ് നമ്മൾ സ്പ്ലിറ്റ് ആക്കുന്നത് സ്പേസ് ക്യാരക്ടർ വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് വേർഡ്സിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൗണ്ട് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 53 എന്ന് വന്നിരിക്കുന്നത് ആദ്യത്തേൻ്റെ ഒരു ലെങ്ത്താണ് 5 പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേർഡ് കൗണ്ട് മാത്രമായിട്ട് 3 എന്ന് കിട്ടുന്നതാണ്. കാരണം ഈ ഒരു സ്ട്രിങ്ങിൽ ഐ ലവ് PHP എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ 3 വേർഡ്സാണുള്ളത്, ഐ എന്നും ലവ് എന്നും PHP എന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ വേർഡ് കൗണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫങ്ഷൻ ഇൻബിൽറ്റ് സ്ട്രിംഗ് ഫങ്ഷനായ റിവേഴ്സ് അഥവാ സ്ട്രിംഗ് റിവേഴ്സ് എന്ന് പറയുന്ന ഫങ്ഷൻ നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു സ്ട്രിങ്ങിനെ ബാക്ക്വേർഡിൽ നിന്ന് ഫസ്റ്റ് ക്യാരക്ടറിലേക്ക് കാണിക്കാനായിട്ടാണ് നമ്മൾ റിവേഴ്സ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒക്കെ നമുക്ക് ഒരു സ്ട്രിങ് തന്നെയാണ് നമ്മുടെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ സെയിം സ്ട്രിങ് തന്നെ നമുക്കിവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ നേരത്തെ ഔട്ട്പുട്ട്, അതായത് വേർഡ് കൗണ്ടിൻ്റെ ഔട്ട്പുട്ട് ഞാനിവിടെ കമൻറ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമുക്ക് ആ ഒരു ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ റിവേഴ്സ്ഡ് ടെക്സ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അങ്ങനെയാണ് PHPയിൽ ഒരു സ്ട്രിങ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് strPOS അഥവാ സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വലിയൊരു സ്ട്രിങ്ങിനെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ ആ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ഒരു രണ്ടാമത്തെ ആർഗ്യുമെൻ്റായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സബ് സ്ട്രിങ് അഥവാ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ നമ്മൾ അതിനകത്തേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ പാസ് ചെയ്യുന്ന ലെറ്ററിൻ്റെ പൊസിഷനാണ് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യത്തെ പാരാമീറ്ററായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്ട്രിങ്ങാണ്. ഒരു സ്ട്രിങ് കൊടുക്കുന്നു. രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രിങ്ങോ അല്ലെങ്കിൽ വേർഡോ ക്യാരക്ടറോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എടുത്താൽ ഇവിടെ ഇപ്പോൾ 6 എന്നാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എങ്ങനെയാണ് 6 എന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സിങ് അഥവാ സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊസിഷൻ 0-ൽ നിന്നാണ്. അത് പ്രോഗ്രാമിങ്ങിൽ എല്ലാ ലാംഗ്വേജസിലുമുള്ളൊരു കൺസെപ്റ്റാണ്. ഒന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് 0 അപ്പോൾ 0-ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 0, 1, 2, 3, 4 പിന്നെ ഈ സ്പേസ് ക്യാരക്ടർ വരുന്ന സമയത്ത് അത് 5th ആയിട്ട് എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 6th ക്യാരക്ടറാണ് നമ്മുടെ W എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് 6 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അതിന് പകരം നമ്മളിവിടെ ORL എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇതിൽ 7 വന്നു. അതായത് ഈ ഒരു സബ് സ്ട്രിങ്ങിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒക്കറൻസ് ആണ്. ആദ്യമായി ഇത് ഒക്കർ ചെയ്യുന്ന ORL എന്ന് പറയുന്നത് ഈ ഒരു 7th ഇൻഡെക്സ് മുതലാണ്. പകരം നമ്മളിപ്പോൾ ഇവിടെ ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇവിടെ നേരത്തെ ഔട്ട്പുട്ട് 7 ആയിരുന്നു. പിന്നെ കൊടുക്കുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങിൽ 2 സ്ഥലത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത് 4 ആണ്. അതായത് 5th എലമെൻ്റ് ആണ്. 0, 2, 0, 1, 2, 3, 4 അങ്ങനെയാണ് നമുക്ക് ഈ ഒരു 4 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത ഒരു നമ്മുടെ അഞ്ചാമത്തെ ഒരു സ്ട്രിങ് ഫംഗ്ഷനായ str റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ മറ്റൊരു ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് str റീപ്ലേസ് ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നേരത്തെ യൂസ് ചെയ്ത ഫംഗ്ഷനേക്കാളും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന് 3 ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ 3 ഇൻപുട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കൊടുത്തു നോക്കാം. ഫസ്റ്റ് പാരാമീറ്ററായിട്ട് ഞാൻ ഹലോ എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്നു. സെക്കൻഡ് പാരാമീറ്ററായിട്ട് ഹായ് എന്ന് പറയുന്ന സ്ട്രിങ്ങാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ പാരാമീറ്ററായിട്ട് വേണം നമ്മുടെ ആക്ച്വൽ ഇൻപുട്ട് സ്ട്രിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഈ ഒരു ഔട്ട്പുട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹായ് വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഈ ഇൻപുട്ട് സ്ട്രിങ്ങിലെ ഹലോ എന്ന് പറയുന്ന വാക്കിനെ അല്ലെങ്കിൽ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ എല്ലാം ഹായ് വെച്ച് റീപ്ലേസിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടി ഒരു ഹലോ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതായത് എവിടെയൊക്കെയാണോ ഹലോ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത് അതിനെല്ലാം ഒരു ഹായ് എന്ന് പറയുന്ന നമ്മുടെ റീപ്ലേസ്മെൻറ്റ് സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രിങ്ങിലെ ഒരു സബ് സ്ട്രിങ്ങിനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇനി ഒരുപാട് ഫങ്ഷൻസ്, ഇൻബിൽറ്റ് ഫങ്ഷൻസ് തന്നെ ഒരുപാട് നമുക്ക് PHP യിലുണ്ട്. അപ്പം അത് നമ്മളിത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് റെഫർ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഇതാണ് ബേസിക്കലി അഥവാ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന 5 സ്ട്രിങ് ഫങ്ഷൻസ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ